പേടിക്കണ്ട, അത് പ്രേതമല്ല, വിഷ്ണുവാണ്. കണ്ണു തുറന്നു നോക്കൂ, ഞാനില്ലേ ഇവിടെ. ആ ശബ്ദം കേട്ടപ്പോൾ ഗാഥയ്ക്ക് അല്പം ആശ്വാസം തോന്നി. അവൾക്കറിയാം, അത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ടാവാം താൻ പേടിച്ചതെന്ന്. എന്നാലും ഉള്ളിലെ ഭയവും പ്രേതമാണെന്ന വിശ്വാസവും മാറുന്നില്ല. കണ്ണു തുറന്നു നോക്കൂ. റേയുടെ ശബ്ദം വീണ്ടും കേട്ടു. വേണ്ട, ഞാൻ പിന്നെ നോക്കാം. അവൾ സ്വയം റിലാക്സ് ആവാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നുമില്ല, പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. റേയുടെ കാല് വിടാതെ തന്നെ തല ഉയർത്തി അവൾ മെല്ലെ ടേബിളിന്റെ മുകളിലൂടെ ഒരു നോട്ടം നോക്കി. അവിടെ ഇനിയും പ്രേതം തന്നെയാണോ നിൽക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നോക്കുന്നത് പോലെ. പക്ഷേ അവൻ ശരിക്കും പ്രേതമായിരുന്നില്ല, സുന്ദരനായ ഒരു ചെറിയ പയ്യനായിരുന്നു. അവൾ ഈ വീട്ടിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ അവനെ പരിചയപ്പെട്ടിരുന്നു. വിഷ്ണു എന്നായിരുന്നു അവന്റെ പേര് എന്നവൻ അന്ന് പറഞ്ഞിരുന്നത് അവൾ ഓർത്തു. വിഷ്ണു അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് വന്നു, അവളെ വണങ്ങി. എന്നിട്ട് പറഞ്ഞു, അത് മാഡം, ഐ എം സോറി, ഐ എം റിയലി സോറി. അവൻ വീണ്ടും വീണ്ടും ക്ഷമാപണം നടത്തി. ഇല്ല, കുഴപ്പമില്ല, ഇത് എന്റെ മിസ്റ്റേക്കാണ്, ഞാൻ പെട്ടെന്ന് പേടിക്കും. അവൾ ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ റേയുടെ കാലിൽ അപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. അവൾ അപ്പോഴും അല്പം ഭയപ്പെട്ടു. കാരണം അവൾക്കുറപ്പായിരുന്നു മുൻപ് ആരും അവിടെ ഇല്ലായിരുന്നു എന്ന്. അവനൊരു പ്രേതമല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവൻ അകത്ത് കയറി? അതായിരുന്നു അവളുടെ ഭയത്തിന് കാരണം. അവളുടെ തൊട്ടു മുന്നിലായിരുന്നു ഡോർ. അതിനാൽ അവൾ കാണാതെ ആർക്കും അകത്തേക്ക് കടക്കുക അസാധ്യമായിരുന്നു. അവന്റെ സാന്നിധ്യം പോലും അവൾക്ക് അനുഭവപ്പെട്ടില്ല. ഇനി അവൻ വന്നത് അറിയാഞ്ഞതുകൊണ്ടാണോ, അതോ ഇവൻ ഇനി ശബ്ദമുണ്ടാക്കാതെ വന്നതുകൊണ്ടാണോ അറിയാഞ്ഞത്? അവൾ സ്വയം ബോധ്യപ്പെടുത്താൻ ഒരു വഴി കണ്ടെത്താൻ ആഗ്രഹിച്ചു. പക്ഷെ അതിന് കഴിഞ്ഞില്ല. ഇപ്പോഴും വിശ്വാസമായില്ലേ? എന്നാൽ അവനെ ഒന്ന് തൊട്ടു നോക്ക്, ഉറപ്പിക്കാലോ. റേയുടെ ശബ്ദം കേട്ട്